സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 18. ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ ധർമ്മരാജൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. മാറി നിൽക്കുന്നതാണ് നന്നെന്ന് വിജയരാഘവന് മനസ്സിലായി. മാവേലിക്കരയിലൊന്ന് പോയിട്ട് വാ എന്ന് ധർമ്മരാജനും പറഞ്ഞു. വൈകുന്നേരം തന്നെ വിജയരാഘവൻ മാവേലിക്കരയ്ക്ക് പോവുകയും ചെയ്തു. രാത്രി 2 മണിയോടെ ധർമ്മരാജൻ തൻ്റെ വിശ്വസ്തരായ വാസനെയും സത്യപാലനെയും കൂട്ടി 3 വണ്ടികളിലായി പേത്തൊട്ടി കോളനിയിലേക്ക് തിരിച്ചു. 40ഓളം പേർ വരുന്ന ഗുണ്ടാ സംഘത്തെ പലയിടങ്ങളിൽ നിന്നായി സംഘടിപ്പിച്ചിരുന്നു. ബൽഗുനൻ തമ്പി ധർമ്മരാജൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാപ്പടയെ യാത്രയച്ച ശേഷം വെള്ളിക്കുളം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കാത്തിരുന്നു. 2:30 മണിക്ക് ഗുണ്ടാപ്പട കയറിയ വാഹനങ്ങൾ പേത്തൊട്ടിയിലെത്തി. വാസന്റെ നേതൃത്വത്തിൽ 12 പേരടങ്ങുന്ന ഒരു സംഘം നരേന്ദ്രൻ്റെ ചാരായം വിൽക്കുന്ന കടയ്ക്ക് മുന്നിലെത്തി. കട അടഞ്ഞു കിടക്കുകയായിരുന്നു. രാമൻകുട്ടി, വാസൻ വിളിച്ചു. രാമൻകുട്ടിയെ. കടയ്ക്കുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. കട തല്ലിപ്പൊളിച്ചുകൊണ്ടായിരുന്നു തുടക്കം. കടയ്ക്ക് മണ്ണെണ്ണയൊഴിച്ച് തീയിടുകയും ചെയ്തു. ആളിക്കത്തിയ അഗ്നിനാമ്പുകൾ പേത്തൊട്ടിയുടെ അന്തരീക്ഷത്തെ പ്രകാശമാനമാക്കി. അതിൽ നിന്ന് കൊളുത്തിയ തീവട്ടികളുമായി ധർമ്മരാജൻ്റെ ഗുണ്ടാപ്പട ആർപ്പുവിളികളോടുകൂടെ കണ്ണിൽ കണ്ട വീടുകളുടെ നേർക്കു പാഞ്ഞു. പേത്തൊട്ടി കോളനിയിലെ ഭൂരിപക്ഷം വീടുകളും പണിക്കാരായ തമിഴന്മാരുടേതായിരുന്നു. ഒന്നിനോടൊന്ന് തൊട്ടില്ലെന്ന മട്ടിൽ 1000ഓളം ചെറു വീടുകൾ. അതിൽ തകരം കൊണ്ട് മേഞ്ഞതും ഓടിട്ടതും കോൺക്രീറ്റ് വാർത്തതുമായ വീടുകളുണ്ട്. ചേരിഷെഡും മൺഭിത്തികളുമുള്ള നാടൻ കുടിലും 4 കാൽ ഓലപ്പുരയുമുണ്ട്. സത്യപാലൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം തീവട്ടികളുമായി ഞണ്ടാറ് മുറിച്ചു കടന്ന് കോളനിയുടെ താഴ്ന്ന ഭാഗത്തെ വീടുകളെ ആക്രമിച്ചു. വാസന്റെ കീഴിലുള്ള സംഘം കോളനിയുടെ കിഴക്കേ അറ്റത്ത് റോഡിൻ്റെ വളവിൽ നിന്ന് ആക്രമിച്ച് കയറി. ധർമ്മരാജൻ്റെ സംഘം പോഷക സൈന്യം പോലെ ഇരുകൂട്ടർക്കും വേണ്ടത്ര ആളും ആയുധവും എത്തിച്ചു കൊടുത്തുകൊണ്ട് സുസജ്ജരായി നിന്നു. കണ്ണിൽ കണ്ട വീടുകളുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചും അകത്ത് കണ്ടവരെയെല്ലാം വലിച്ചു പുറത്തിട്ടും തല്ലിച്ചതച്ചും വീട്ടിനുള്ളിലെ സാധനങ്ങൾ അടിച്ചു തകർത്തും അവർ ജയഭേരിയോടെ ആക്രമണം തുടർന്നു. ഇടയ്ക്ക് നാടൻ ബോംബുകൾ എറിഞ്ഞും പടക്കം പൊട്ടിച്ചും ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സ്ത്രീകളും കുഞ്ഞുങ്ങളും വാവിട്ട് നിലവിളിച്ചുകൊണ്ട് കോളനിയിലൂടെ അങ്ങുമിങ്ങും പാഞ്ഞു. അങ്ങിങ്ങ് വീടുകൾ കത്തി എരിഞ്ഞുകൊണ്ടിരുന്നു. പൊടുന്നനെയാണ് പ്രത്യാക്രമണം പൊട്ടിപ്പുറപ്പെട്ടത്. അതെവിടെ നിന്ന് തുടങ്ങിയെന്ന് പോലും ധർമ്മരാജന് മനസ്സിലായില്ല. സംഘാംഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ധർമ്മരാജൻ റോഡിൽ നിൽക്കുകയായിരുന്നു. കോളനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡസൻ കണക്കിന് തീപ്പന്തങ്ങൾ പാഞ്ഞടുത്തുകൊണ്ടിരുന്നു. ധർമ്മരാജൻ്റെ 3 സംഘങ്ങളും പിന്മാറാൻ മാർഗമില്ലാത്തതുപോലെ വലയം ചെയ്യപ്പെട്ടതും നൊടിയിടയിലായിരുന്നു. 20ഓ 25ഓ പേർ കുറുവടികളുമായി പാഞ്ഞടുക്കുന്നത് കണ്ട് പിന്തിരിഞ്ഞോടാൻ ഭാവിച്ച സത്യപാലൻ്റെ സംഘം കണ്ടത് അത്രയും പേർ തന്നെ പിന്നിൽ നിന്നും ആർത്തട്ടഹസിച്ചുകൊണ്ട് തങ്ങൾക്കിടയിലേക്ക് ഇരുമ്പി കയറുന്നതാണ്. നടുങ്ങി പകച്ചു നിന്ന അവരുടെ മേൽ തലങ്ങും വിലങ്ങും അടി വീണു. വാസനെയും സംഘത്തെയും മുന്നിൽ നിന്ന് നേരിട്ടത് 20 പേരടങ്ങുന്ന നരേന്ദ്രൻ്റെ സംഘമായിരുന്നു. അത്രയും പേരടങ്ങുന്ന ശങ്കറിൻ്റെ സംഘം പിന്നിൽ നിന്നും അവരെ ആക്രമിച്ചു. കുഞ്ഞുമോൻ നരേന്ദ്രനോടൊപ്പമായിരുന്നു. വാസനെ നീ നോട്ടമിട്ടേക്കണം. അവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയാ. അവൻ ജീവിതകാലത്ത് എഴുന്നേറ്റ് നിൽക്കരുത്. നരേന്ദ്രൻ കുഞ്ഞുമോനോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. കുഞ്ഞുമോൻ 4 തമിഴന്മാരെ തൻ്റെ സുരക്ഷയ്ക്കായി കാവൽ നിർത്തിക്കൊണ്ടാണ് കുറുവടി പ്രയോഗം തുടങ്ങിയത്. ഡാനിയും ശങ്കറും കൂടി ഇരുഭാഗത്തു നിന്നുമായി ധർമ്മരാജൻ്റെ പോഷക സേനയെ വളഞ്ഞു. അവർ 28 പേരുണ്ടായിരുന്നു. പേത്തൊട്ടി കോളനിയിലെമ്പാടും അലർച്ചകളും അട്ടഹാസങ്ങളും നിലവിളികളും. 20ഓളം വീടുകൾ കത്തിയെരിഞ്ഞ് സംഘട്ടന രംഗങ്ങൾക്ക് ഒരു കാട്ടുതീയുടെ ഭീകര ശോഭ പകർന്നു. പലായനം ചെയ്യുകയല്ലാതെ രക്ഷയില്ലെന്ന് ധർമ്മരാജന് ബോധ്യമായി. ഇരുട്ടിൻ്റെ മറകളിലൂടെ വാഹനങ്ങൾ കിടന്ന ഭാഗത്തേക്ക് ഓടിയ ധർമ്മരാജൻ അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടി. 2 ജീപ്പും 1 ലോറിയും നടുറോഡിൽ കിടന്ന് ആളിക്കത്തുന്നു. കരുണൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവരുടെ ദൗത്യം ഒരു വീഴ്ചയും കൂടാതെ നിറവേറ്റുകയായിരുന്നു. ധർമ്മരാജൻ ഞണ്ടാറിലേക്ക് ചാടി. ചോലമരങ്ങളുടെ നിഴൽ പറ്റി അയാൾ വേട്ടക്കാർ പിന്തുടരുന്ന കാട്ടുപന്നിയെപ്പോലെ വെകിളി പിടിച്ചു പാഞ്ഞു. ധർമ്മരാജനും സംഘവും സഹായത്തിന് എത്തുമെന്ന് കരുതി ഭ്രാന്ത് പിടിച്ച് പൊരുതുകയായിരുന്നു വാസൻ. അയാളുടെ കൂട്ടാളികളെല്ലാം വീണു കഴിഞ്ഞു. കുഞ്ഞുമോൻ്റെ കുറുവടി അയാളുടെ ഇടത് കൈ അടിച്ചു തകർത്തു. മുട്ടിന് താഴെ വെച്ച് വലങ്കൈ ഒടിഞ്ഞതോടെ വാസൻ വീണു.
കുഞ്ഞുമോൻ അയാളുടെ അരികെ കുനിഞ്ഞു. നീ ഇനി സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കരുതെന്നാ എൻ്റെ രാജാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നേ. കുഞ്ഞുമോൻ ചോര കണ്ടു മതമിളകിയ പോലെ അയാളോട് മന്ത്രിച്ചു. സംഘട്ടനം മിക്കവാറും അവസാനിച്ചു കഴിഞ്ഞിരുന്നു. കോളനിവാസികളുടെ പരക്കം പാച്ചിലും കത്തിയെരിയുന്ന വീടുകളുടെ വെളിച്ചവും തീയണയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ ആരവവും സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിലും മാത്രം ശേഷിച്ചു. റോഡിൽ മഹാദേവൻ തമ്പിയുടെ വാഹനങ്ങൾ അപ്പോഴും കത്തിക്കൊണ്ടിരുന്നു. ഡാനിയും കരണനും ശങ്കറും നരേന്ദ്രനെ സമീപിച്ചു. ഇനി എന്ത് എന്ന അർത്ഥത്തിൽ അവനെ നോക്കി. മഹാദേവൻ തമ്പിയുടെ വാട്ടർലൂ കഴിഞ്ഞു. ഇനി അയാൾക്ക് ജയമില്ല, തോൽവി മാത്രം, നരേന്ദ്രൻ പറഞ്ഞു. സമയം രാവിലെ 10 മണിയാകുന്നതേയുള്ളൂ. പേത്തൊട്ടി കോളനിയിൽ വമ്പിച്ച ആൾക്കൂട്ടം. വാർത്തയറിഞ്ഞ് ശാന്തമ്പാറയിൽ നിന്നും പൂപ്പാറയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കൂട്ടം കാൽനടയായും ജീപ്പിലും ബസ്സിലും എത്തിക്കൊണ്ടിരുന്നു. കാഴ്ച കാണാൻ എത്തിയവരാണ് എല്ലാവരും. ശാന്തമ്പാറ പോലീസും അടിമാലി സർക്കിളും മൂന്നാർ ഡിവൈഎസ്പിയും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസ് വാഹനങ്ങൾ അങ്ങിങ്ങ് ഒതുക്കിയിട്ടിരിക്കുന്നു. പേത്തൊട്ടി കോളനി വാസികളിൽ നിന്നും മൊഴി ശേഖരിക്കുകയാണ് പോലീസുകാർ. അഗ്നിക്കിരയായ വീടുകൾക്ക് സമീപമിരുന്ന് കരയുകയും ശപിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ, പരിക്കേറ്റ് രക്ഷപ്പെടാനാവാതെ അങ്ങിങ്ങ് ചിതറിക്കിടക്കുന്ന ഗുണ്ടാസംഘങ്ങളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഗുരുതരമായി പരിക്കേറ്റിരുന്ന വാസനെയും സത്യപാലനെയും ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തു കഴിഞ്ഞു. കത്തിപ്പോയ വാഹനങ്ങൾക്കടുത്തും ഒരു പോലീസ് സംഘം ഉണ്ടായിരുന്നു. ഒരു കാര്യം മറച്ചുവെക്കാനാവാത്ത വിധം പരസ്യമായി കഴിഞ്ഞിരുന്നു. മഹാദേവൻ തമ്പിയുടെ ഗുണ്ടാസംഘമാണ് കോളനിയിൽ ഭീകരമായ ആക്രമണം അഴിച്ചുവിട്ടത്. മഹാദേവൻ തമ്പിയുടെ ഗുണ്ടാപ്പട വന്ന വാഹനങ്ങൾ തന്നെ ഒന്നാമത്തെ തെളിവ്. പിന്നെ പരിക്കേറ്റു രക്ഷപ്പെടാനാവാതെ കിടന്നുപോയ ഗുണ്ടാസംഘങ്ങളെയും കോളനി നിവാസികൾ പ്രത്യാക്രമണം നടത്തി അവരെ തോൽപ്പിച്ച് ഓടിക്കുകയായിരുന്നു എന്നതും പൊതുവെ സ്ഥിരീകരിക്കപ്പെട്ടു. എന്നാൽ പ്രത്യാക്രമണം നടത്തിയ കോളനിവാസികൾ ആരൊക്കെയാണെന്ന് മാത്രം പോലീസിന് പിടികിട്ടിയില്ല. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി ആരും മുമ്പോട്ട് വന്നതുമില്ല. കോളനി ചുട്ടുകരിച്ച കിരാതത്വത്തിനെതിരെ ഉടൻ തന്നെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഉടുമ്പൻചോല MLA പോലീസിനോട് ആവശ്യപ്പെട്ടു. വ്യാജ മദ്യചേരികൾ തമ്മിലുള്ള ബലപരീക്ഷണമാണ് അവിടെ നടന്നതെന്ന് മഹാദേവൻ തമ്പിയുടെ ഉപ്പും ചോറും തിന്നുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിശ്ചയമുണ്ടായിരുന്നു. എങ്കിലും പൊതുജനവികാരവും രാഷ്ട്രീയക്കാരുടെ നിർദ്ദേശവും മാനിച്ച് മേൽനടപടികൾ കൈക്കൊള്ളുക എന്നതു മാത്രമേ പോലീസിന് കഴിയുമായിരുന്നുള്ളൂ. പകൽ മുഴുവൻ അവർക്ക് പിടിപ്പത് ജോലിയുണ്ടായിരുന്നു. പിറ്റേന്നത്തെ പത്രങ്ങളിൽ വിശദമായ വാർത്തകളും ചിത്രങ്ങളും അച്ചടിച്ചു വന്നു. മഹാദേവൻ തമ്പിയെ മദ്യമാഫിയ തലവനായി കുറ്റം ചാർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് പത്രങ്ങളിൽ അച്ചടിച്ചു വന്നത്. വ്യാജമദ്യ ലോബിയുടെ കിരാതത്വത്തിനെതിരെ പത്രങ്ങളും നിശിതമായി വിമർശിച്ചു. മഹാദേവൻ തമ്പിയുടെ ഗുണ്ടാസംഘം പേത്തൊട്ടി കോളനിയിൽ നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ പേരിൽ പ്രാദേശികമായ ഹർത്താലും മറ്റു പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. രാത്രിയിൽ ഏലക്കാട്ടിലെ ഷെഡിൽ നരേന്ദ്രനും സംഘാംഗങ്ങളും ഒത്തുകൂടി ഇതുവരെയുണ്ടായ സംഭവങ്ങൾ വിലയിരുത്തി. ശാന്തമ്പാറ ശശിയും ഉണ്ടായിരുന്നു അവരോടൊപ്പം. നരേന്ദ്രൻ പറഞ്ഞ പോലെ ഉടുമ്പൻചോല MLAയെ ആദ്യം ചെന്ന് കണ്ടതും ഒരു മുന്നറിയിപ്പ് കൊടുത്തതും നന്നായി. ശശി പറഞ്ഞു, നമ്മൾ അങ്ങനെ വേണം നീങ്ങാൻ. 5 പേരോ 6 പേരോ നോക്കിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടുന്നെല്ലാം നമുക്ക് ശക്തി കൂട്ടാമോ അതെല്ലാം സമാഹരിക്കണം. രാഷ്ട്രീയക്കാരാണ് ബലമെങ്കിൽ അത് പിടിച്ചു പറ്റണം. ജാതി മതവും ആണ് ബലമെങ്കിൽ ആ സഹായവും തേടണം. ഒരാളുടെ ഒരു വാക്കിനാണ് ബലമെങ്കിൽ അതും നമുക്ക് നേടിയെടുക്കണം, നരേന്ദ്രൻ വിശദീകരിച്ചു. ആ പറഞ്ഞത് ശരിയാ, ഡാനി പിന്താങ്ങി. ഇപ്പം തന്നെ പേത്തൊട്ടി കോളനിക്കാരുടെ മുഴുവൻ പിന്തുണ നമുക്കായില്ലേ. മഹാദേവൻ തമ്പിയുടെ ചാരായം വെറുതെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പോലും പേത്തൊട്ടി കോളനിയിലെ ആരെങ്കിലും ഇനി വാങ്ങിക്കുമോ? ചാരായം പോട്ടെ, തമ്പി നല്ല ഒന്നാന്തരം ചെറുതൻ ഓരോ കുപ്പി രാവിലെയും വൈകിട്ടും കൊടുത്താലും ആരും മേടിക്കുകയില്ല, കുഞ്ഞുമോൻ പറഞ്ഞു. സംഗതി മനസ്സിലായല്ലോ. നമുക്കൊരാവശ്യം വന്നാൽ പേത്തൊട്ടി കോളനി മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. നെറുകേട് കാണിക്കരുത്, ആളുകളെ വെറുപ്പിക്കരുത്. വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ സഹായിച്ചേക്കണം. ചികിത്സിക്കാൻ കാശില്ലാത്തവർ കാണും, പുരകെട്ടാൻ നിവൃത്തിയില്ലാത്തവരും കാണും, പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ വിഷമിക്കുന്നവർ കാണും. നമ്മൾ സഹായിച്ചേക്കണം. നല്ല തങ്കം പോലത്തെ മനസ്സുള്ളവർ ചെയ്യുന്ന വലിയ സഹായത്തിനേക്കാൾ വില ഒരു പോക്കിന് ചെയ്യുന്ന ചെറിയ സഹായത്തിനാണ്. നമ്മളതൊക്കെ മനസ്സിലാക്കി വേണം ഓരോ ചുവടും വയ്ക്കാൻ, നരേന്ദ്രൻ വിശദീകരിച്ചു. ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ അവന്മാരെ അടിച്ചോടിക്കാമായിരുന്നു. അവന്മാരൊരു വീട് പോലും കത്തിക്കുന്നതിന് മുമ്പേ അവന്മാരെ പറപ്പിക്കാമായിരുന്നു.
കുഞ്ഞുമോനാണെങ്കിൽ അവർ വന്നിറങ്ങിയപ്പോൾ തന്നെ അടിക്കാൻ ചെല്ലാഞ്ഞിട്ട് ഭയങ്കര മെണപ്പായിരുന്നു. നമ്മൾ എന്തിനാ 10-20 വീട് കത്തിച്ചാമ്പലാകാൻ കാത്തു നിന്നത്? ആരും മിണ്ടിയില്ല. നമ്മൾ ചെയ്തു കൊടുത്ത സഹായം എന്താണെന്ന് കോളനിക്കാർ മനസ്സിലാക്കണം. നമ്മുടെ കൂടെ നിൽക്കണം. അതിനുവേണ്ടിയാ. നമ്മൾ നേരത്തെ കയറി അടിച്ചിരുന്നെങ്കിൽ കോളനിക്കാർ പറയും തമ്പി മുതലാളിയുടെ ആൾക്കാരും വേറൊരു കൂട്ടരും തമ്മിൽ ഭയങ്കര അടി നടന്നു. ഒരു കൂട്ടർ തോറ്റു, ഒരു കൂട്ടർ ജയിച്ചു. നമുക്കെന്ത് ഛേദമെന്ന്. ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ അവർക്ക്? അതു നേരാ. ഈ നരേന്ദ്രന് ചില നേരത്ത് ഒടുക്കത്ത ബുദ്ധിയാ കേട്ടോ. അതുകൊണ്ടാ എന്നാ പറഞ്ഞാലും ഞാനങ്ങ് കേട്ടേക്കുന്നേ. കുഞ്ഞുമോൻ സമ്മതിച്ചു കൊടുത്തു. അപ്പം പറഞ്ഞു വന്നത് ഇതാണ്, കുറച്ച് കാശ് പോയാലും ആളുകളെ നമ്മുടെ കൂടെ നിർത്തണം. ഇനി മഹാദേവൻ തമ്പിക്ക് ഉടനെ എങ്ങാനും തല പൊക്കാൻ പറ്റുമോ? സർക്കിളും DYSP ഒക്കെ അയാളുടെ ആൾക്കാരാ. പക്ഷേ കുറച്ച് നാളത്തേക്ക് അനങ്ങാതിരുന്നല്ലേ പറ്റൂ. പോലീസ് ധർമ്മരാജൻ്റെയും ഗുണ്ടകളുടെയും മറ്റും പേരിൽ എടുത്ത കേസൊക്കെ തേഞ്ഞുമാഞ്ഞു പോകും. എന്തായാലും ഇപ്പോൾ അവന്മാർ ക്ഷയിച്ചിരിക്കുക. ആനയുടെ മസ്തകം പകുതി ഒറ്റയടിക്ക് തകർന്നു. ഈ ചൂടാറുന്നതിന് മുമ്പേ ഒറ്റയടിയും കൂടി കൊടുക്കണം. ഇനി ഉടനെ വേണോ? ശാന്തമ്പാറ ശശി വിമുഖതയോടെ തല ചൊറിഞ്ഞു. വേണം. പൂപ്പാറവാസൻ ആശുപത്രിയിലാ. അവനെ കുഞ്ഞുമോനാ കൈകാര്യം ചെയ്തേ. അവൻ തിരിച്ചു വരുന്നതിന് മുമ്പേ നമ്മൾ പൂപ്പാറ പിടിക്കണം. വാസനയില്ലാത്ത പൂപ്പാറ പിടിക്കാൻ എളുപ്പമാ. ഒരു ചെറിയ കലാപരിപാടി മതി. രോഷാകുലരായ നാട്ടുകാർ ചേർന്ന് ചെയ്തതാണെന്ന് വിചാരിച്ചോളും. വാസൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചോര കുറേ ഒഴിക്കേണ്ടി വരും. അവൻ തിരിച്ചു വരില്ലെന്നേ കുഞ്ഞുമോൻ പറഞ്ഞു. നട്ടെല്ല് മാത്രമേ ഞാൻ ഒടിക്കാതെ വിട്ടിട്ടുള്ളൂ. ഇനിയുള്ള കാലം അവൻ ആശുപത്രി തോറും അലഞ്ഞുകൊണ്ടിരിക്കും. വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. വാസനായിരുന്നു പൂപ്പാറ ഭരിച്ചിരുന്നേ. അവൻ്റെ സബ് ഏജൻസി തലക്കുളം കോളനിയിലുണ്ടെന്നറിയാം. പിന്നെ വേറെ ഒരു 10 സ്ഥലത്തെങ്കിലും കാണും. അവൻ്റെ സകല സബും ഒറ്റ രാത്രി കൊണ്ട് അടിച്ചു പൊളിക്കണം. ഇപ്പോഴാണെങ്കിൽ ഉന്തിൻ്റെ പുറകെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ എളുപ്പമാ. ഡാനിയും കരണനും തല കുലുക്കി അത് ശരിവെച്ചു. തോൽവി മഹാദേവൻ തമ്പിയുടേതായിരുന്നില്ല. അത് തൻ്റെ തോൽവിയാണെന്ന് തന്നെ ധർമ്മരാജൻ കരുതി. അച്ഛന് പകരം താൻ വെള്ളിക്കുളം എസ്റ്റേറ്റിലെത്തിയ ഉടനെ ആസൂത്രണം ചെയ്ത പദ്ധതി എന്ന നിലയിൽ ഇത് തൻ്റെ പരാജയമായി ഫൽഗുനൻ തമ്പിയും കരുതി. അച്ഛനെ ഈ തോൽവി അറിയിക്കരുത്. ഫൽഗുനൻ ഏതാണ്ടൊരു അപേക്ഷാസ്വരത്തിൽ ധർമ്മരാജനോട് നിർദ്ദേശിച്ചു. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന മട്ടിലായി അത് കേട്ടപ്പോൾ ധർമ്മരാജൻ തുടരെ താനൊരു പരാജയമാണെന്ന് വിളിച്ചു പറയാൻ അയാൾക്കും വിഷമമുണ്ടായിരുന്നു. ഈ പരാജയം അച്ഛനെ അറിയിക്കരുതെന്ന് ഫൽഗുനൻ തമ്പിയോട് അപേക്ഷിക്കാനിരിക്കുകയായിരുന്നു ധർമ്മരാജൻ. പക്ഷേ പത്രവാർത്ത അച്ഛൻ കാണില്ലേ? ധർമ്മരാജൻ ചോദിച്ചു. പത്രങ്ങളൊക്കെ ഇവിടുത്തെ ലോക്കൽ പേജിലാണ് വാർത്ത വലുതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ മൂവറ്റൂരെ വിളിച്ച് ചോദിച്ചു, അവിടുത്തെ പത്രത്തിൽ വാർത്തയുണ്ടോയെന്ന്. 1-2 പത്രത്തിൽ ചെറിയ ന്യൂസേ ഉള്ളൂ. വ്യാജമദ്യ മാഫിയ പേത്തൊട്ടി കോളനിയിൽ ഭീകരാക്രമണം അഴിച്ചുവിട്ടു എന്നൊക്കെ. ആശുപത്രിയിലായതുകൊണ്ട് അച്ഛൻ അതൊന്നും ശ്രദ്ധിച്ചെന്ന് വരില്ല. അഥവാ ശ്രദ്ധിച്ചാലും ഒരു ചെറിയ സംഘടനമുണ്ടായെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. ഫൽഗുനൻ വിശദീകരിച്ചു. മുതലാളി ചോദിച്ചാൽ എനിക്ക് കള്ളം പറയാൻ പറ്റില്ല, ധർമ്മരാജൻ പറഞ്ഞു. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. അതിനു മുമ്പ് ഒരു തിരിച്ചടി കൊടുക്കണ്ടേ ധർമ്മരാജ? വേണം. പക്ഷെ നമ്മുടെ ആൾക്കാരെല്ലാം അവശരാണ്. ഉടനെ ഒരു പരിപാടിക്ക് ആരും തയ്യാറാവില്ല. എന്നു മാത്രമല്ല എതിരാളികളെ അവർ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. ഞാൻ മൂവാറ്റുപുഴയെന്നോ കൊച്ചിയിൽനിന്നോ ആളെ ഇറക്കാം. പണം ഒരുപാട് ചിലവാകും. അതു സാരമില്ല. ചൂടാറുന്നതിന് മുമ്പ് ഒരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് നമ്മളിലുള്ള വിശ്വാസം പോകും. വിശ്വാസം മാത്രമല്ല, പൂപ്പാറ റേഞ്ചും കൈവിട്ടു പോകും. വാസൻ ആശുപത്രിയിലാണ്. പൂപ്പാറയിൽ നമ്മുടെ ഉരുക്കു കോട്ടയായിരുന്നു വാസൻ. വാസനില്ലെങ്കിൽ പൂപ്പാറയില്ല. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? എന്നിട്ടാണോ പേത്തൊട്ടിയിൽ കൊണ്ടുപോയി അവനെ കുരുതി കൊടുത്തത്? ഫൽഗുനൻ തമ്പി അമർഷത്തോടെ ചോദിച്ചു. പേത്തൊട്ടി കോളനി മുഴുവൻ ചുട്ടു ചാമ്പലാക്കാൻ വെറും 15 പേര് മതിയായിരുന്നു. എന്നിട്ടും നമ്മൾ 38 പേര് പോയി. വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയതാ. നമ്മൾ അവിടെ ചെല്ലുമെന്ന് ആരോ അവന്മാർക്ക് ഒറ്റ കൊടുത്തിട്ടുണ്ട്. 100ഓളം പേരുണ്ടായിരുന്നു. അവർ ഒറ്റുണ്ടെന്ന് നമ്മൾ അറിഞ്ഞോ? അറിഞ്ഞാൽ പോകുമോ? അതല്ലേ നമ്മുടെ തോൽവിയുടെ കാരണം. ഒറ്റില്ലായിരുന്നെങ്കിൽ വാസനും സത്യപാലനുമൊക്കെ സിഗരറ്റും വലിച്ച് കയ്യും കെട്ടി കാഴ്ച കണ്ടുകൊണ്ട് നിന്നാൽ മതിയായിരുന്നു. കാഴ്ച കാണാനാ വാസൻ വന്നതും ധർമ്മരാജൻ വിശദീകരിച്ചു. വാസൻ തിരിച്ചു വരാൻ എത്ര ദിവസം എടുക്കും? ചാകത്തില്ലെന്നേ ഉള്ളൂ. തിരിച്ചു വരുന്ന കാര്യം സംശയമാ. 2 കാലിൻ്റെ അസ്ഥികൾ എല്ലുപൊടി പോലെയായിപ്പോയി.
കരുതിക്കൂട്ടിയല്ലേ ധർമ്മരാജ അവന്മാരത് ചെയ്തത്? അതെ. എന്തായാലും വാസൻ നോക്കിയെടുത്തൊക്കെ വേണ്ട പോലെ നോക്കാൻ ആളെ ഏർപ്പാടാക്കിക്കോ. നമുക്ക് ആളില്ല. കൊച്ചുമുതലാളി പറഞ്ഞ പോലെ മൂവാറ്റുപുഴയിൽ കൊണ്ടുവരണം. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? എന്ന് മാത്രമല്ല, പോലീസ് കേസൊക്കെ നമുക്കെതിരാ. കോടതിയിൽ വരുമ്പോൾ നമ്മൾ പുല്ലുപോലെ ഊരിപ്പോരും. എന്നാലും നമുക്കും തലവേദനയായി, നമ്മളെ സഹായിക്കുന്ന പോലീസുകാർക്കും തലവേദനയായി. ആ ഉടുമ്പൻചോല MLA മറുപക്ഷത്ത് കൂടുകയും ചെയ്തു. 4000 വോട്ടുള്ള സ്ഥലമാണ് പേത്തൊട്ടി കോളനി. പോരെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇനി അധികകാലം ഇല്ലല്ലോ. ഈ കളി ഒരുപാട് നീട്ടിക്കൊണ്ടു പോകരുത്. മറ്റവൻ്റെ വീക്ക്നെസ് എന്താണെന്ന് പറഞ്ഞാൽ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അവനൊരു വീക്ക്നെസ്സേ ഉള്ളൂ. അത് ഒരു തള്ളയും 2 പെൺമക്കളുമാണ്. ഒരു തള്ളയും 2 പെൺമക്കളും. ഫൽഗുനൻ തമ്പി ചോദ്യരൂപേണ ധർമ്മരാജനെ നോക്കി. ധർമ്മരാജൻ തനിക്കറിയാവുന്ന പോലെ സുഗതൻ്റെ കുടുംബത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഫൽഗുനൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി. കഥ മൂളി കേട്ടുകൊണ്ട് ഫൽഗുനൻ തമ്പി ദർബാർ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ കഥ താനെന്താ നേരത്തെ പറയാഞ്ഞത്? ഫൽഗുനൻ നടപ്പ് നിർത്തി കുറ്റപ്പെടുത്തുന്ന പോലെ ചോദിച്ചു. എവിടെയാണെന്നൊന്നും അറിയില്ല. അകലെയെങ്ങാണ്ട് ഒളിവിൽ പാർപ്പിച്ചിരിക്കുക. അവരുടെ ഫോട്ടോ കിട്ടാൻ വല്ല വഴിയുണ്ടോ? അത് ചിലപ്പോൾ കിട്ടിയേക്കും. നെടുങ്കണ്ടത്ത് അന്വേഷിച്ചാൽ മതി. എന്നാൽ ഒട്ടും വൈകണ്ട. 3 പേരുടെ ഫോട്ടോ എനിക്ക് കിട്ടണം. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. പൂപ്പാറ സംരക്ഷിക്കുന്ന കാര്യം വാസന് പകരം കൊള്ളാവുന്ന വേറെ ആരെയെങ്കിലും ഏർപ്പാടാക്ക്. പേത്തൊട്ടിയിലും ശാന്തമ്പാറയിലും കൂടെ ദിവസേന 300 ലിറ്ററിനടുത്ത സാധനം പോയിക്കൊണ്ടിരുന്നതാ. അതാ നഷ്ടപ്പെട്ടത്. പൂപ്പാറയിലും പൂപ്പാറയുടെ 10 സബും കൂടെ 500 ലിറ്റർ എന്നാ കണക്ക്. ലിറ്ററിന് 30 വെച്ച് കൂട്ടി നോക്കിക്കോ. എത്രയാ ഒരു ദിവസത്തെ നഷ്ടം? ധർമ്മരാജൻ ആ ഫോട്ടോ എനിക്ക് സംഘടിപ്പിച്ചതാ. അവൻ്റെ അസ്ഥിക്കുഴി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ധർമ്മരാജൻ അന്ന് തന്നെ നെടുങ്കണ്ടത്തിന് പോയി. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനും സുഗതൻ്റെ ബന്ധുവീടുകളുമായിരുന്നു അയാളുടെ ലക്ഷ്യം. അന്നേ ദിവസം തന്നെ പൂപ്പാറ പിടിച്ചെടുക്കാനായി നരേന്ദ്രനും സംഘവും കച്ചകെട്ടി. നെടുങ്കണ്ടത്തേക്ക് പോയ ധർമ്മരാജൻ രാത്രി ഏറെ വൈകിയാണ് വെള്ളിക്കുളത്ത് തിരിച്ചെത്തിയത്. ഫൽഗുനൻ തമ്പി സുഷുപ്തിയിലായിരുന്നു. എങ്കിലും എത്ര വൈകി വന്നാലും തന്നെ വിളിക്കണമെന്ന് ഫൽഗുനൻ തമ്പി ചട്ടം കെട്ടിയിരുന്നതിനാൽ ധർമ്മരാജൻ പരിചാരകൻ മുഖേന അയാളെ വിളിച്ചുണർത്തി. ഫൽഗുനൻ തമ്പി എഴുന്നേറ്റ് മുഖം കഴുകി വന്നു. ഒരു സിഗരറ്റ് കൊളുത്തിക്കൊണ്ട് അയാൾ ഹാളിലെ സോഫമേലിരുന്നു. ധർമ്മരാജൻ പോക്കറ്റിൽ നിന്നും ഒരു ലോങ് കവർ എടുത്ത് അതിൻ്റെ ഫ്ലാപ്പ് കീറിക്കളഞ്ഞു. അകത്തേക്ക് വിരലുകളിട്ട് അയാൾ 3 ഫോട്ടോകൾ കവറിനുള്ളിൽ നിന്നും എടുത്തു. അത് ടീപ്പോയുമേൽ ഫൽഗുനൻ തമ്പിക്ക് മുന്നിലായി നിരത്തി. ധർമ്മരാജൻ പറഞ്ഞ പെണ്ണുങ്ങളാണോ? അതിശയത്തോടെ ഫൽഗുനൻ തമ്പി ധർമ്മരാജനെ നോക്കി. ഊവെന്ന് ധർമ്മരാജൻ തലയാട്ടി. ഫൽഗുനൻ തമ്പി ഓരോ ഫോട്ടോയും കയ്യിലെടുത്ത് ആർത്തിയോടെ അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. 3 പേരും ഒന്നിനൊന്ന് മെച്ചം. ഇതിലേതാ അമ്മ, ഏതാ മകള്? തിരിച്ചറിയാൻ വയ്യല്ലോ. നേരിട്ട് കണ്ടാൽ ഇത്രയും പോലും തിരിച്ചറിയില്ല കൊച്ചുമുതലാളി. ധർമ്മരാജൻ കണ്ടിട്ടുണ്ടോ? 2 തവണ. എവിടുന്ന് സംഘടിപ്പിച്ചു ഈ ഫോട്ടോഗ്രാഫ്സ്? അമ്മയുടേത് അവളുടെ തറവാട്ടിൽ നിന്ന്, മറ്റേത് 2ഉം അവരുടെ അമ്മാവൻ്റെ വീട്ടിലെ ആൽബത്തിൽ നിന്ന്. ബന്ധുക്കളൊക്കെ ഒരുപാടുള്ളവരാണോ? അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഒരു കൂട്ടർ കുമളിയിലാണ് താമസം. അമ്മാവെന്ന് പറഞ്ഞ ആൾ കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാർ എന്ന സ്ഥലത്തും. അവർക്ക് ഇവരുമായിട്ട് ഇപ്പോൾ ഒരടുപ്പവും ഇല്ല. ഇത് തന്നെ 2-3 വർഷം മുമ്പുള്ള ഫോട്ടോകളാണ്. മതി, ഇത്രയും മതി. ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണം. പക്ഷേ കളിച്ചത് നമ്മളാണെന്ന് അറിയരുത്. ധർമ്മരാജന് മനസ്സിലായില്ല. ഇത്രയും നാൾ ഇവരെ കാണാതായിട്ട് ബന്ധുക്കൾ ആരെങ്കിലും അന്വേഷിച്ചോ? ഇല്ല. പോലീസ് അന്വേഷിച്ചോ? ഇല്ല. ഇവരിപ്പോൾ എവിടെയുണ്ടെന്നുള്ള വിവരവും ബന്ധുക്കൾക്കാർക്കും അറിയില്ലല്ലോ. സംശയനിവൃത്തിക്കായി ഫൽഗുനൻ ചോദിച്ചു. ഇല്ലെന്നുറപ്പാ. ഈ പെൺപിള്ളേരുടെ തന്ത കൊലപാതകിയായി ജയിലിൽ പോയ പിന്നെ ഇവരുമായി ബന്ധുക്കൾക്ക് സമ്പർക്കമൊന്നുമില്ല. ഇവരെ സഹായിക്കുകയോ കാണുകയോ ചെയ്യാറില്ല. എന്ന് മാത്രമല്ല ഇവരോട് ലേശം വെറുപ്പുമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി ഇവരെ കാണാതായ പോയാലും അന്വേഷിക്കാൻ ആരുമില്ല. നരേന്ദ്രനുണ്ട്, ധർമ്മരാജൻ പറഞ്ഞു. അവനെ വരുത്തി വിഷതീർക്കാനല്ലേ ഈ പരിപാടി മുഴുവൻ. ഇനി കണ്ണിൽ കണ്ടാൽ അവിടെ വെച്ച് തകർത്തേക്കണം. വെച്ചോണ്ടിരിക്കരുത്. എനിക്ക് 2 തവണ പറ്റിയ അബദ്ധമാ അവൻ്റെ ജീവൻ. ഫൽഗുനൻ തമ്പി ക്ലീൻ ഷേവ് മുഖത്തൂടെ വിരലുകൾ ഒഴിഞ്ഞു. ഒരു ഉത്തരേന്ത്യൻ ഗോസായി പുത്രൻ്റെ രൂപഭാവങ്ങളായിരുന്നു ഹെയർ സ്റ്റൈലും വേഷധാരണ രീതികളും അയാൾക്ക് നൽകിയിരുന്നത്. കൂട്ടത്തിൽ ആരാ മെച്ചം കാണാൻ? ചേച്ചിയോ അനുജത്തിയോ? ചേച്ചി തന്നെയാ. ധർമ്മരാജൻ അവളെ കണ്ടിട്ടല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഈ പ്രദേശത്ത് എല്ലാം കൂടെ എത്ര ഡാമുകളുണ്ട്? ഇടുക്കിയും ചെറുതോണിയും കൂട്ടണ്ട. മാട്ടുപ്പെട്ടി, പൊന്മുടി, ആനയിറങ്കൽ, ചെങ്കുളം, കല്ലാറുകുട്ടി, ലോവർ പെരിയാർ
ഏതാ ഏറ്റവും ആഴം കൂടിയത്? പൊന്മുടിയാണെന്ന് തോന്നുന്നു. മൂത്തവൾ അവിടെ കിടന്നോട്ടെ അല്ലേ? ഒരു കമ്പിളി പുതപ്പിച്ചേക്കണം തണുക്കാതെ. ധർമ്മരാജൻ്റെ കണ്ണു കുറുകി. ഒരു ചെരിഞ്ഞ നോട്ടം. തമ്പി മുതലാളിയേക്കാൾ നിഷ്ഠൂരനോ മകൻ? എന്തായാലും തനിക്ക് പറ്റും. ധർമ്മരാജൻ പോയി കിടന്നോ, ഉറക്കം കളിക്കണ്ട. ധർമ്മരാജൻ പോയി. ശാന്തമ്മയുടെയും പെൺമക്കളുടെയും ഫോട്ടോകൾ മാറി മാറി നോക്കിക്കൊണ്ട് ഫൽഗുനൻ കുറച്ചു സമയം കൂടി ഉറങ്ങാതെയിരുന്നു. രാവിലെ 9 മണിക്ക് ധർമ്മരാജനാണ് ഫൽഗുനനെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. പുള്ളോവറും ധരിച്ച് ദർബാർ ഹാളിലേക്ക് വന്ന ഫൽഗുനനോട് ധർമ്മരാജൻ വിഷണ്ണനായി പറഞ്ഞു, കൊച്ചുമുതലാളി, ഒരു മോശം വാർത്തയുണ്ട്. എന്താടോ? ഫൽഗുനൻ നെറ്റി ചുളിച്ചു. അവന്മാർ ഇന്നലെ രാത്രി പൂപ്പാറ പിടിച്ചു. ആര് പറഞ്ഞത്? നമ്മുടെ ആൾക്കാരെയെല്ലാം അവരടിച്ച് തൂക്കി എറിഞ്ഞു. പൂപ്പാറ മാത്രമല്ല പോയത്, പൂപ്പാറയ്ക്ക് ചുറ്റുമുള്ള നമ്മുടെ സബ് മുഴുവൻ പോയി. മുരുക്കുംതൊട്ടി, തോണ്ടിമല, തലക്കുളം, കുരുവിള സിറ്റി, കുളപ്പാറച്ചാല്, മൂലന്തറ, എന്തിനധികം രാജകുമാരി പോലും കയ്യിന്ന് പോയി. അതിനിപ്പുറത്തോട്ടിനി നമ്മൾ നോക്കണ്ട. രാജാക്കാടും കൈവിട്ടു പോകും. അവന്മാരെന്താ ചെയ്തത്? എല്ലായിടത്തും ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു പരിപാടി. പല സംഘങ്ങളായിട്ടാ. എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് നല്ലപോലെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പരിപാടിയാണ്. മഹാദേവൻ തമ്പിയുടെ ചാരായം വിഷമാണെന്ന് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഫൽഗുനൻ ഏതാനും നിമിഷം ആലോചിച്ചു നിന്നു. പിന്നെ സംഭവസ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി. അവർ ജീപ്പിൽ പൂപ്പാറയിലെത്തി. പൂപ്പാറ ടൗണിൻ്റെ വാലറ്റത്ത് ഷീറ്റ് മേഞ്ഞ ചെറിയ ചായക്കടയ്ക്ക് മുന്നിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ചായക്കടയും അതിനോട് ചേർന്ന് ചാരായം വിൽക്കാനുണ്ടാക്കിയ ഷെഡും അടിച്ച് തകർത്തിട്ടിരിക്കുകയാണ്. കണ്ണാടി അലമാരയും മേശയും ഡെസ്കുകളും പല കഷ്ണങ്ങളായി ചിതറിക്കിടക്കുന്നു. ആസ്പെറ്റർ ഷീറ്റ് പോലും തകർത്തിട്ടുണ്ട്. ചായക്കടയുടെ മുൻഭിത്തിയിൽ പോസ്റ്റർ, മഹാദേവൻ തമ്പിയുടെ ചാരായം വിഷം. അത് വിൽക്കുന്നതും വാങ്ങുന്നതും കുറ്റകരം. മരണം, ശിക്ഷ മരണം. ഇതൊരു മുന്നറിയിപ്പ് മാത്രം. ചുവന്ന അക്ഷരത്തിൽ പോസ്റ്ററിൽ ഇത്രയും എഴുതിയിരിക്കുന്നു. വാസൻ്റെ കടയാ. ഷാജിയാ വാസന് പകരം കടയിലുണ്ടായിരുന്നത്. ധർമ്മരാജൻ പറഞ്ഞു. ഷാജി എവിടെ? കൈയും കാലും തല്ലി ഒടിച്ചു ആശുപത്രിയിലാ. പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. പോലീസ് വരും. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കെ വിജയരാഘവൻ്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി. താൻ എവിടെ പോയി കിടക്കുമായിരുന്നടോ? 2 ദിവസം മുമ്പ് പേത്തൊട്ടി, ഇന്നലെ പൂപ്പാറ. താൻ പോലീസോ കള്ളനോ? ഫൽഗുനൻ തമ്പി SI വിജയരാഘവനോട് കയർത്തു. ലീവെടുത്ത് വീട്ടിൽ പോയിട്ട് വരാൻ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ മാവേലിക്കര പോയി സുഖമായിട്ട് കുളിച്ചു, ഉണ്ടു, ഉറങ്ങി. ദാ തിരിച്ചു വന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. കേസെടുത്ത് അന്വേഷിക്കണം. പ്രതികളെ പിടികൂടണം. ചെയ്യാമല്ലോ. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്യാം. SI വിജയരാഘവൻ്റെ നിർദ്ദേശാനുസരണം പോലീസ് അവരുടെ നടപടികൾ ആരംഭിച്ചു. ഫൽഗുനൻ തമ്പിയും ധർമ്മരാജനും തലക്കുളത്തും കുരുവിള സിറ്റിയിലും കുളപ്പാറച്ചാലിലും രാജകുമാരിയിലും പോയി. എല്ലായിടത്തും ഒരേ മോഡൽ അക്രമം, ഒരേ പോസ്റ്റർ. മഹാദേവൻ തമ്പിയുടെ ചാരായം വിഷം. അത് വിൽക്കുന്നവനും വാങ്ങുന്നവനും കുടിക്കുന്നവനും കുറ്റകരം. ശിക്ഷ മരണം. എന്ത് ചെയ്യണം? ഫൽഗുനൻ തമ്പി ധർമ്മരാജനെ നോക്കി. ചെയ്യേണ്ടത് പോലീസാ. നമ്മുടെ ആൾക്കാർക്കെല്ലാം പേടിയായിട്ടുണ്ട്. കാരണം അവന് ഭയമൊന്നുമില്ല. അടിച്ച് തകർക്കുകയാ. ബിസിനസ് വിട്ടുകൊടുത്തുകൂടാ. പകരം ആളെ വെക്കണം. എല്ലായിടത്തും. ആർക്കുമില്ല ധൈര്യം. വിജയരാഘവനെ കാണാം. അയാൾക്കുമില്ല ഉത്സാഹം. വൈകുന്നേരം അവർ ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. SI ക്വാർട്ടേഴ്സിലായിരുന്നു. ധർമ്മരാജനും ഫൽഗുനനും അവിടെ ചെന്ന് കണ്ടു. എന്തായി രാഘവ? ഫൽഗുനൻ തമ്പി ചോദിച്ചു. നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രതികളെ അന്വേഷിക്കുന്നു. തൻ്റെ നിലപാടെന്താണെന്ന് പറ. ധർമ്മരാജൻ കയർത്തു. വിജയരാഘവൻ തൻ്റെ യൂണിഫോം തെരുപ്പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കാക്കിത്തുണിയാണ്. ഇതിനടിയിലുള്ളത് വെറും മനുഷ്യജീവൻ. ഇതൊടിച്ചു നുറുക്കി ആശുപത്രിയിൽ കൊണ്ടിടാൻ വയ്യ. 35 വയസ്സേ ആയിട്ടുള്ളൂ. മകന് 3 വയസ്സ്. പിതൃബലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അവനറിയില്ല. അവനെക്കൊണ്ട് എൻ്റെ പിണ്ടം ഉരുട്ടിക്കണോ? ധർമ്മരാജനും ഫൽഗുനൻ തമ്പിയും പരസ്പരം നോക്കി. ഒന്നും മിണ്ടാതെ ജീപ്പിൽ വന്ന് കയറി. നേരെ അടിമാലി സർക്കിൾ ഓഫീസിലേക്ക്. CI നാരായണപ്പണിക്കർ ധർമ്മരാജനും ഫൽഗുനൻ തമ്പിയും പറഞ്ഞത് മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടു. ഒടുവിൽ പറഞ്ഞു, എനിക്ക് ട്രാൻസ്ഫറാ. പുതിയ SP വരുന്നു. മൊത്തത്തിൽ ഒരഴിച്ചുപണിയുണ്ട്. കൂടും കുടുക്കെ എടുത്തുകൊണ്ട് തലശ്ശേരിക്ക് വിട്ടോളാനാ കൽപ്പന. വീട്, കുട്ടികളുടെ TC, വേറെ സ്കൂളും കോളേജും. അതിനിടയ്ക്ക് പുതിയ തലവേദനയൊന്നും പിടിക്കുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിയ ധർമ്മരാജനും ഫൽഗുനൻ തമ്പിയും നേരെ മൂന്നാറിലേക്ക് തിരിച്ചു. നന്ദികെട്ടവന്മാരായി എല്ലാം. ധർമ്മരാജൻ ജീപ്പിലിരുന്ന് പിറുപിറുത്തു. DYSPയും കൈ മലർത്തുവോ? ഫൽഗുനൻ തമ്പി ധർമ്മരാജനെ നോക്കി. സമയം മോശം. ധർമ്മരാജൻ ആശങ്കയോടെ മന്ത്രിച്ചു. വിജയരാഘവൻ മിടുക്കനാണല്ലോ. നിങ്ങളുടെ സ്വന്തം ആളല്ലേ? DYSP സ്റ്റീഫൻ ചിരിയോടെ ധർമ്മരാജനെയും ഫൽഗുനെയും മാറി മാറി നോക്കി.
പക്ഷെ ഇപ്പോഴയാൾക്കൊരു മാറ്റം വന്ന പോലെ, പഴയ കൂറില്ല. ധർമ്മരാജൻ പരാതിപ്പെട്ടു. ഞാൻ അയാളെ വിളിച്ച് പറയാം കാര്യങ്ങളൊക്കെ ഊർജിതപ്പെടുത്താൻ. പറഞ്ഞാൽ പോരെ സാറേ, കൽപ്പിക്കണം. ആ പേത്തൊട്ടി സംഭവത്തിലെ MLA നിലപാട് അറിയാമല്ലോ. മറുപക്ഷമാ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി അത്. എനിക്ക് ശുഷ്കാന്തി ഇല്ലെന്നും എന്നെ മാറ്റണമെന്നും അയാൾ പരാതിപ്പെട്ടിരിക്കുന്നു. പേത്തൊട്ടി സംഭവത്തിൽ ഞാൻ അനാസ്ഥ കാണിക്കുന്നത്രേ. അതുകൊണ്ട് തൽക്കാലം ഞാൻ അടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്തു പോയാൽ പ്രശ്നമാകും. എനിക്ക് ഈ മൂന്നാർ വിട്ടുപോകാൻ ഒട്ടും മനസ്സില്ല. സുഖവാസ കേന്ദ്രമല്ലേ? അയാൾ ചിരിയോടെ തുടർന്നു. SP വന്ന് ചാർജ് എടുത്തോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ പതുക്കെ പിടിമുറുക്കാം. എന്തായാലും ഞാൻ വിജയരാഘവനെ വിളിച്ച് പറയുന്നുണ്ട്. വെള്ളിക്കുള എസ്റ്റേറ്റിലേക്ക് മടങ്ങുമ്പോൾ നിരാശയും ആശങ്കയുമായിരുന്നു ഫൽഗുനൻ തമ്പിയുടെയും ധർമ്മരാജൻ്റെയും മനസ്സിൽ. നമ്മൾ സ്വന്തം നിലയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും അല്ലേ ധർമ്മരാജൻ? ധർമ്മരാജൻ മൂളി. അപ്പോൾ ഞാൻ പറഞ്ഞ വഴി മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ, ഫൽഗുനൻ തമ്പി തീരുമാനിച്ച മട്ടിൽ പറഞ്ഞു. ചായസഞ്ചിയിലെ തേയിലച്ചണ്ടി മാറ്റി ടിന്നിൽ നിന്നും തേയിലപ്പൊടി സ്പൂണിൽ കോരി സഞ്ചിയിലിടുകയായിരുന്നു ഗോപാലൻ നായർ. ചേട്ടാ, നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ടൊരു ചായ. പത്രവിതരണം നടത്തി ക്ഷീണിച്ചു വന്ന പൗലോസ് പറഞ്ഞു. ചായക്കടയിലിട്ട പത്രം മറിച്ചു നോക്കിയായിരുന്നു കത്തിപ്പാറ കുന്നുംപുറത്ത് അന്തോണിച്ചൻ. ഗോപാലൻ നായർ ഓരോ ചായ കൊണ്ടുവന്ന് രണ്ടുപേരുടെയും മുന്നിൽ വെച്ചു കൊടുത്തു. പത്രത്തിൻ്റെ ബാക്ക് പേജിൽ കണ്ട പരസ്യചിത്രത്തിലേക്ക് തന്നെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു അന്തോണിച്ചൻ. ദേ ഇത് കണ്ട പൗലോച്ചാ? അന്തോണിച്ചൻ പരസ്യചിത്രം നീട്ടി കാണിച്ചു കൊടുത്തു. പത്രത്തിൻ്റെ മുകളറ്റത്ത് വലതുവശത്ത് 3 സ്ത്രീകളുടെ ചിത്രം. അതിനു മീതെ ഇവരെ അറിയുമോ നിങ്ങൾ എന്ന ചോദ്യവും ചോദ്യചിഹ്നവും. ചിത്രത്തിന് താഴെ നളന്ദ കോളേജ് നെടുങ്കണ്ടം, തലമുറകളുടെ സംസ്കാരം എന്ന ക്യാപ്ഷൻ. ഏതാനും പരസ്യവാചകങ്ങൾ. പരസ്യത്തിൻ്റെ ബോക്സിനുള്ളിൽ തന്നെ മത്സരം എന്ന ശീർഷകത്തോടു കൂടിയ ചെറിയ ബോക്സ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച് ഉന്നത വിജയം നേടിയ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ പരസ്യചിത്രത്തിലുള്ളത്. ഇവർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നവർക്ക് 10 പവൻ സമ്മാനം. 1-ൽ കൂടുതൽ പേർ ശരിയുത്തരം അയച്ചാൽ നറുക്കെടുപ്പിലൂടെ സമ്മാനാർഹരെ നിശ്ചയിക്കുന്നതായിരിക്കും. താഴെ ഉത്തരം അയക്കേണ്ട വിലാസവും പോസ്റ്റ് ബോക്സ് നമ്പറും. ഗോപാലൻ നായരും കുനിഞ്ഞു നിന്ന് പത്രത്തിലേക്ക് നോക്കുകയായിരുന്നു. ഇത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തള്ളേ മക്കളും അല്ലേ? ഗോപാലൻ നായർ അതിശയത്തോടെ പറഞ്ഞു. അതല്ലേ ഞാനും അന്തം വിട്ടുപോയി. അന്തോണിച്ചന് അത്ഭുതം തീരുന്നില്ല. ഇവരുടെ പടം എങ്ങനെയാ പത്രത്തിൽ വരുന്നേ? പൗലോസ് അവിശ്വസനീയതയോടെ ചോദിച്ചു. അവർ തന്നെ, സംശയിക്കേണ്ട. കണ്ടില്ലേ ആ തള്ളയുടെ മക്കളുടെ മുഖം? ഇവർ ഈ പറഞ്ഞ കോളേജിൽ പഠിച്ചവരാണെന്നോ? പൗലോസ് അതിശയത്തോടെ പത്രത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കി. അതെനിക്കറിയാൻ മേല. 1ഉം 2ഉം അല്ല, 10 പവനേ. അന്തോണിച്ചൻ്റെ കണ്ണും ഇഴിച്ചു തന്നെ ഇരുന്നു. ഉച്ചയൂണ് വിളമ്പി കഴിക്കാനിരുന്നതേയുള്ളൂ ശാന്തമ്മയും വിനീതയും രാജിമോളും. മുറ്റത്തു നിന്നൊരു സ്ത്രീയുടെ വിളിയൊച്ച കേട്ടു. ഗ്രേസി ആൻറ്റി അമ്മ ആലുംപ്ലാക്കിലെ, വിനീത പറഞ്ഞു. അവർ താമസിക്കുന്നതിൻ്റെ 2 വീട് അപ്പുറത്താണ് ആലുംപ്ലാക്കിലെ ഗ്രേസിയുടെ വീട്. ഇങ്ങോട്ട് കയറി വാ ഗ്രേസി, ശാന്തമ്മ പറഞ്ഞു. ഗ്രേസി അകത്തേക്ക് കയറി വന്നു. ഞങ്ങൾ ഉച്ചയൂണ് കഴിക്കാൻ തുടങ്ങുമായിരുന്നു. ഗ്രേസി കഴിച്ചോ? ഇല്ല, ഞാനൊരു സൂത്രം കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ദാ ഇത് കണ്ടോ? പുറകിൽ മറച്ചു പിടിച്ചിരുന്ന ദിനപത്രം ഗ്രേസി നീട്ടിക്കാട്ടി. നളന്ദ കോളേജിൻ്റെ പരസ്യം തൊട്ട് കാണിച്ചിട്ട് അവൾ ചോദിച്ചു. ഇത് നിങ്ങളുടെ പടമല്ലേ? ശാന്തമ്മയും വിനീതയും ഞെട്ടിപ്പോയി. അവർ പരസ്പരം നോക്കി. നെടുങ്കണ്ടത്തെ ഒരു പാരൽ കോളേജിൻ്റെ പരസ്യമാണ്. നിങ്ങളെല്ലാവരും അവിടെ പഠിച്ചവരാണോ? ഗ്രേസിയുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. ഗ്രേസിക്ക് പക്ഷെ ചിരിയായിരുന്നു. 10 പവനാ സമ്മാനം, അവൾ പറഞ്ഞു. വിനീതയുടെ മുഖത്ത് ചോരമയമില്ലായിരുന്നു. നെടുങ്കണ്ടത്ത് ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടെന്നുള്ളത് ശരിയാ. ഞാൻ അവളെ അവിടെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതും ശരിയാ. പക്ഷേ ഈ പടം വിനീത വിക്കി. എനിക്ക് ഇത്രേ അറിഞ്ഞാൽ മതി. നിങ്ങൾ ഊണ് കഴിക്കുക, ഞാനങ്ങ് ചെല്ലട്ടെ. ഗ്രേസി പോകാൻ ഭാവിച്ചു. ആ പത്രം ഒന്ന് തരുമോ? പിന്നെ തിരിച്ചു തന്നേക്കാം, വിനീത പറഞ്ഞു. അതിനെന്താ, തരാമല്ലോ. ഗ്രേസി പത്രം കൊടുത്തു. അന്തോണിച്ചേട്ടനും പൗലോസിയേട്ടനും ഒക്കെ അയച്ചു കഴിഞ്ഞു. 10 പവനേ, ഗ്രേസി സന്തോഷത്തോടെ പറഞ്ഞു. 1-ൽ കൂടുതൽ ശരിയുത്തരം ഉണ്ടെങ്കിൽ നറുക്കിട്ടെടുക്കുമെന്നാ. ഗ്രേസി ഇറങ്ങിപ്പോയി. വിനീത പത്രപരസ്യത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കി. കണ്ണുകളിൽ ഉടക്കി കാഴ്ച മങ്ങി വരികയാണെന്ന് അവൾക്ക് തോന്നി. ആരാ മോളെ ഈ പരസ്യം കൊടുത്തേ? ശാന്തമ്മ ഭീതിയോടെ ചോദിച്ചു. വിനീത കൈമലർത്തി. അവർക്ക് എവിടെ നിന്നും കിട്ടി ഈ പടങ്ങൾ? രാജിമോൾ ചിത്രങ്ങൾ സൂക്ഷിച്ചു നോക്കി. നമ്മുടെ ആൽബത്തിലുള്ള പടങ്ങളാ ഇത്, അവൾ പറഞ്ഞു. അമ്മയുടെ ഫോട്ടോ ചിറ്റമ്മയുടെ മോടെ കല്യാണത്തിന് പോയപ്പോൾ എടുത്തതാ.
ഞാനും ചേച്ചി നിൽക്കുന്ന പടം അമ്മാവൻ്റെ വീട്ടിലെ പാലുകാച്ചലിന് ചെന്നപ്പോഴെടുത്തതും. എന്നിട്ട് മൂന്നും കൂടെ ഒന്നിച്ചു വെച്ചിരിക്കുക. ശാന്തമ്മയ്ക്ക് അതത്ര വിശ്വാസം വന്നില്ല. രാജിമോൾ ചെന്ന് ആൽബം എടുത്തുകൊണ്ട് വന്നു. പരിശോധിച്ച് നോക്കിയപ്പോൾ രാജിമോൾ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി. ഈ ചിത്രങ്ങളുടെ കോപ്പി ആൽബത്തിലുമുണ്ട്. ഇതെങ്ങനെ ഇത്രയും വലുതായിട്ട്? ശാന്തമ്മ വിനീതയെ നോക്കി. എൻലാർജ് ചെയ്തതാ അമ്മേ, വിനീത പറഞ്ഞു. നെഗറ്റീവ് ഇല്ലാതെയോ? കമ്പ്യൂട്ടറിലിട്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ഇവരുടെ കയ്യിൽ കിട്ടി? വിനീതയ്ക്ക് ഉത്തരവുണ്ടായില്ല. നോവൽ നാളെ തുടരും.